Hi, thank you all for coming today. ബസൂക്കയ്ക്ക് ഇത്രയ്ക്കും സ്നേഹവും ഇത്രയ്ക്കും ലവ് ആൻഡ് ഇത്രയ്ക്കും നല്ല റിവ്യൂസ് തന്നതിന് താങ്ക് യു ആൻഡ് that's it. Hello everyone, good morning. So thank you so much for coming here today. And ബസൂക്ക ഇപ്പം തിയേറ്ററിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പടം കണ്ട ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ആൻഡ് ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാക്കി നമുക്ക് മാറ്റാം. നമ്മൾ മാത്രം സംസാരിക്കുന്നത് തന്നെ നിങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണല്ലോ. സോ നിങ്ങൾ ചോദിച്ചോളൂ. ക്യാരക്ടറിന്റെ പേര് ഇതിനകത്ത് സന്ദീപ് വർഗീസ് എന്നാണ്. അപ്പോൾ പുള്ളി കുറച്ച് ഓൺലൈൻ ഗെയിമിംഗ് സിനാരിയോയിൽ കുറച്ച് തിളങ്ങി നിൽക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. കുറച്ച് ആളുകളെയൊക്കെ ശല്യപ്പെടുത്തുന്ന കുറച്ച് ചൊറിയനായിട്ടുള്ള എന്നാൽ അത്യാവശ്യം എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എന്റെ ക്യാരക്ടർ ഇതിനകത്ത്. അപ്പോൾ അതാണ് എന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി പുതു തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ മമ്മൂക്ക ഇതിലൊരു മെസ്സേജും കൂടിയാണ് ഈ സിനിമയിലൂടെ വരുന്നത്. പക്ഷെ മമ്മൂക്കയുടെ അവസാനം ഒരു 10-20 മിനിറ്റ് ഉണ്ടല്ലോ, അത് മമ്മൂക്ക എടുത്ത ഒരു ചലഞ്ച്. മമ്മൂക്ക അത് ചെയ്യാം. മമ്മൂക്കാനെ നമ്മൾ പല രീതിക്ക് ഉണ്ട്. മമ്മൂക്ക അത് ചെയ്യാം. മമ്മൂക്കയുടെ നമുക്ക് സിനിമ കാണാത്തവർക്ക് കൊണ്ട് നമ്മൾ പറയാൻ പറ്റില്ല. ആ മമ്മൂക്ക കാറിൽ നിറങ്ങുന്ന സംഭവം ഉൾപ്പെടെ നമുക്ക് കാണുമ്പോൾ ആ മമ്മൂക്ക ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഹക്കീം ഈ കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ്, മൊത്തം സിനിമ കാണുമ്പോഴാണ് മനസ്സിലാക്കിയത് ഹക്കീം? അല്ല, ഞാൻ ഈ പരിപാടി അറിയുന്നത് 2022 സമയത്തൊക്കെയാണ് എനിക്ക് വർക്ക് കിട്ടുന്നത്. ആക്ച്വലി പടം ചെയ്യാനിരുന്നത് വേറൊരു ആളായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നാ പിന്നെ ഇവൻ ചെയ്യട്ടെ എന്ന് വെച്ചത്. അത് എന്റെ ഒരു ഭാഗ്യം കൂടിയാണ്. കാരണം ലിറ്ററലി എനിക്ക് തോളോട് തോൾ ചേർന്നിരുന്ന് ഒരു 10-15 ദിവസം ഇതുപോലെ ഇരുന്ന് അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മുടെ വിളച്ചെടുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. അവിടെ വെറുതെ പേടിച്ച് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് മമ്മൂക്കയുടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയത്. എപ്പോഴും ഇപ്പോ ഓൺ സ്പോട്ടില് ഇപ്പോ ഒരു സാധനം ചെയ്യുകയും അപ്പോ മമ്മൂക്ക അത് ഇങ്ങനെയല്ല, നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് തന്നെയുള്ള അങ്ങനെ 2, 3, 4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സില് ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പൊ എന്നോട് ഇത് പറയുമ്പോൾ ഞാനിത് എങ്ങനെയായിരിക്കും അപ്പൊ കൺസീവ് ചെയ്തിട്ടുണ്ടാവുക, നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല. കാരണം അത് അങ്ങനെ തന്നെ വേറെ തന്നെ ഒരു അവതാറായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എവിടെയാണിത് ചിന്തിച്ചു വെക്കുക? ഇത് നേരത്തെ പ്ലാൻഡ് ആണോ അല്ലയോ? ഓൺ ആക്ഷനിൽ എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു നിന്നിട്ടുള്ള ആളാണ്. അപ്പോ ഓഫ്കോഴ്സ് ഞാനൊരു ബിഗ് ഫാനാണ്. അപ്പോ എനിക്കെപ്പോഴും എന്താ പറയാ കണ്ടു പഠിക്കാൻ, ഇല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ് എന്ന് നമ്മൾ ഈ ആക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട്. ഇതെങ്ങനെയാണ് ഇതിലേക്ക് ആയി മാറുക, ഒരു എന്താ പറയുക ഒരു പരകായ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എപ്പോഴും. അപ്പൊ എപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, എനിക്കെപ്പോഴും എന്താ പറയാ ഞാൻ ഭയങ്കര ലക്ക് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ നേരിട്ട് നിന്ന് കാണാനും എന്താ അത് അനുഭവിച്ചറിയാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ലൈക്ക് എനിക്കതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നില്ല. എന്താണ് ആ പ്രോസസ്സ്, മമ്മൂക്ക ചെയ്യുന്ന പ്രോസസ് എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷെ എന്തൊക്കെയോ ഇവിടെ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നും മമ്മൂക്കയുടെ ഒരു എക്സ്പ്രഷനിലാണ് കേട്ടോ. അതൊക്കെ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളോട് ഡയറക്റ്റ് വല്ലതും പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കില്ല. ഡയറക്റ്റ് പറയുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കയ്യിൽ നിട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് പറഞ്ഞു? ഡയറക്റ്റ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. നിങ്ങളായിട്ട് അടുത്തേക്കുന്നവർക്ക് ചോദിക്കാം, അങ്ങനെ വല്ല ഡയറക്റ്റ് പറഞ്ഞു? മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് നാവ് കൊണ്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ അതൊക്കെ മമ്മൂക്ക സ്വയം ഇട്ടോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ മമ്മൂക്ക ആയിട്ടാണ്. അല്ലാതെ അങ്ങനെ ചെയ്യണമെന്ന് ഈ ഒരു എന്താ ചെറിയ നുവാൻസൻസ് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണം ഡീൻ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അതാ പറഞ്ഞ അത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലെജൻഡായിട്ട് ഇങ്ങനെ നിൽക്കണമല്ലോ. കുറെ പഠിക്കാൻ പറ്റി. ഹക്കീം, ഇത് 2019 തുടങ്ങിയ ഒരു ജേർണിയാണ്. അയ്യോ ഇവിടെ
2019 തുടങ്ങിയ ജേണിയാണ്. ഇപ്പൊ 2025. അപ്പൊ ഈ ഇത്രയും ഇതിന്റെ ഇടയ്ക്ക് കുറെ റിലീസ് ആവാൻ പോകുന്നതിന്റെ ഓരോ ടീസർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വരുമ്പോഴും ആളുകൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇത് റിലീസ് ആവുന്ന സമയത്ത് ആകുമ്പോഴേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിരുന്നതാണ്. തീർച്ചയായും ഓഡിയൻസ് പലപ്പോഴും എന്താ ബസൂക്കയാണ് കാരണം ഇത് ഇന്ന് റിലീസാവും നാളെ റിലീസാവും അങ്ങനെ കുറെ ഡിലേ ആയി അങ്ങനെ പോയിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല ഇതിൽ പോയിട്ട്? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം ഇതിപ്പോ ഞാൻ ഈ ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ പ്രൊമോഷൻസ് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്ക പടമാണ്. നമ്മള് ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് പറയാ ഈ ഒരു ഓൺലൈൻ ഗിമ്മിക്കുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മേ ബി ഒരു 5, 6, 7 വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ്. അതിനു മുന്നേ 2-3 ജനറേഷന്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമ്മിക്കിന്റെ യാതൊരു ആവശ്യമില്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ആന്റിസിപ്പേറ്റഡ് ആണ്. എന്താണ് ആ പടം, നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെ കുറിച്ചൊന്നും ജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എന്റെ സുഹൃത്ത് സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ബസൂക്ക എന്നാണ് റിലീസ്, ബസൂക്ക എന്നാണ്. അവർക്ക് ബസൂക്കയെ കുറിച്ചാണ് അറിയേണ്ടത്. അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല, പക്ഷെ ആളുകൾ അറിയും മമ്മൂക്ക പടം എന്ന് അറിയും.